കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷ് വധക്കേസിൽ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ജിം സന്തോഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ഇപ്പോഴും പല സ്ഥലങ്ങളുമായി പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ ചേർന്നു. സുജിത്ത്, ഗുണ്ടാ കുടിപ്പകയുടെ പേരിൽ ഉണ്ടായ ഒരു അരും കൊല, ആ കേസിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യപ്രതി അടക്കം പിടിയിലായത്. ഇപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ്? എന്താണ് പോലീസ് പ്രധാനമായും ഇവരിൽ നിന്ന് തേടുന്നത്? സുഹൈൽ, കൊല നടന്ന ജിം സന്തോഷിനെ കൊലപ്പെടുത്തി 32 ദിവസത്തിന് ശേഷമാണ് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പിന് എത്തിച്ചത്. 2 ദിവസം മുമ്പാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. 6 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്ന് രാവിലെ മുതൽ പ്രതികളെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം കരുനാഗപ്പള്ളി ഹൈസ്കൂൾ മുക്കിലുള്ള ജിം സന്തോഷിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചത്. അവിടെ പ്രതികളെ എത്തിച്ച് കൊലയ്ക്ക് പ്രതികൾ എത്തിയപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് തോട്ടയെറിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ പോലീസിന് വിശദീകരിച്ചു നൽകി. ഈ സമയം ജിം സന്തോഷിന്റെ അമ്മ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രതികളോട് തന്റെ മകനെ എന്തിനാണ് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുകയുണ്ടായി. എന്നാൽ ഈ അമ്മയെ പരിഹസിച്ചുകൊണ്ടാണ് പ്രധാന പ്രതി പങ്കജ് അടക്കമുള്ളവർ അവിടെ നിന്നത്. മാത്രമല്ല, പ്രതികൾക്കാർക്കും തന്നെ യാതൊരു തരത്തിലുള്ള ഭാവഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും പ്രതികളെ നേരെ എത്തിച്ചത് കുക്കുവിന്റെ വയനകത്തുള്ള വീട്ടിലാണ്. ഇവിടെയാണ് ഇവർ കൊലയ്ക്കുള്ള വാഹനം ക്രമീകരിച്ചത്. അവിടെ നിന്നും ഇവർ ഈ വാഹനം ഉപേക്ഷിച്ച് കടന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഠത്തിൽക്കാരായ്മ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ രാജപ്പൻ ബോംബ് ഈ തോട്ട നിർമ്മിച്ചത് എന്ന് പറയുന്ന നിർമ്മിച്ചത്. അവിടേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികൾ ആദ്യം മുതൽ തന്നെ കള്ളം പറയുകയാണ്. പരസ്പര വിരുദ്ധമായാണ് മൊഴികൾ നൽകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വിവിധയിടങ്ങളിൽ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ തന്നെ ഈ പ്രതികൾ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. പരസ്പര വിരുദ്ധമായാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. പലരും പറയുന്നത് പരസ്പരം യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, ഒരു തരത്തിലും ഇവരെ കോർത്തിണക്കാൻ കഴിയാത്ത രീതിയിലുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. മറ്റൊന്ന്, ഈ തോട്ടം നിർമ്മിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുള്ള വെടിമരുന്ന് ഓലപ്പടക്കത്തിൽ നിന്നാണ് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ട് പ്രതികളെ ഇപ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നാളെയും തുടർന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മെയ് 3 കസ്റ്റഡി കാലാവധി കഴിയുക. അന്ന് കോടതിയിൽ തിരികെ പ്രതികളെ ഹാജരാക്കും. സുഹൈ, ഗുണ്ടാ കുടിപ്പകയുടെ പേരിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ വീട്ടിൽ കയറി അതിക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്.